ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ആഹ്വാനത്തെ തുടർന്ന് കാസർഗോഡ് നഗരത്തിൽ നടത്തിയ ഐക്യദാർഢ്യ പ്രകടനത്തിൽ പ്രതിഷേധമിരമ്പി. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയും സർക്കാരിനെതിരെയുമുള്ള ശക്തമായ താക്കീത് എന്ന രീതിയിലായിരുന്നു ഐക്യദാർഢ്യ പ്രകടനം. വിശ്വാസികൾ ശരണം വിളിച്ചുകൊണ്ട് ആചാരങ്ങളെ സംരക്ഷിക്കാൻ സ്ത്രീ പുരുഷ ഭേദമില്ലാതെയായിരുന്നു പ്രകടനം. കാലങ്ങളായി സംരക്ഷിച്ചിരുന്ന ആചാരങ്ങളെ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെ വൻതോതിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലെമ്പാടും നടക്കുന്നത്. മതാചാരങ്ങളിലേക്കുള്ള സുപ്രീം കോടതിയുടെ കടന്നുകയറ്റം വിശ്വാസികളെ വലിയ രീതിയിൽ തന്നെ പ്രകോപനം കൊള്ളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മതഭേദമന്യേ മതാചാരത്തെ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. നിലയ്ക്കലിൽ നടക്കുന്ന സംഘർഷങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഇതിന് വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. എന്നാൽ വിശ്വാസികളെ മുൻനിർത്തി അണിയറയിൽ നടക്കുന്നത് വലിയ ഗൂഢാലോചന എന്നതിൽ സംശയമില്ല. മുഖം മറച്ച് വടികളുമായി നിൽക്കുന്ന ചിലരുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ വരുന്നത് ഇവർ തന്നെയാണ്. അതിനുള്ള ഉദാഹരണം തന്നെയാണ് കാസർഗോഡ് നഗരത്തിൽ ഇന്ന് നടന്ന ഐക്യദാർഢ്യ പ്രകടനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ ഖാദർ കരിപ്പൊടിക്കെതിരെ ഉയർന്ന മുദ്രാവാക്യവും. മറ്റു മാധ്യമങ്ങളോടൊപ്പം പ്രകടനം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു പബ്ലിക് കേരള ന്യൂസ് ടീം. ഇതിനിടയിലായിരുന്നു ഖാദർ കരിപ്പൊടിക്കെതിരെ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.